ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പേഴ്സണൽ കളക്ഷൻസിൽപ്പെട്ട ഒരു എൻ്റെ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട പേഴ്സണൽ കളക്ഷനിലുള്ളതാണ് ഒരു ഐറ്റം ആയിട്ടാണ്. എല്ലാവർക്കും അതൊന്ന് കണ്ടാൽ ആഗ്രഹിച്ചു പോകുമെന്ന് സ്വന്തമാക്കണമെന്ന് വിചാരിക്കുന്ന ഒരു സാധനമാണ്. കാരണം നമ്മൾ നോർമലി പറയാറുണ്ട് പേഴ്സണൽ കളക്ഷൻസിൽപ്പെട്ടത്, ഞാനിപ്പോൾ തന്നെ റിവീൽ ചെയ്യാം, വാച്ചാണ്. അപ്പോൾ ഈ വാച്ച് എൻ്റെ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണ് കളക്ഷനിൽ കേട്ടോ. അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കളക്ഷൻസ് വേറെയാണ്, ആൻറ്റിക് വിൻറ്റേജസ് ആണെങ്കിൽ. അത് ഞങ്ങൾ പോകെ പോകെ പറയാം എന്തെല്ലാം വേണമെന്നുള്ളത്. അപ്പോൾ ഈ പേഴ്സണൽ കളക്ഷൻസിൽപ്പെട്ട, വാച്ചിൽപ്പെട്ട അല്ലെങ്കിൽ ഈ സീരീസിൽപ്പെട്ട ഞങ്ങൾ കുറേ നാളായിട്ട് വാങ്ങണമെന്ന് ആശിച്ചിട്ട് ഇപ്പോഴാണ് ഞങ്ങൾക്ക് അത് സാധിച്ചത്. ഏതാണ്ട് കുറച്ച് നാളായി എങ്കിലും അതിപ്പോൾ കയ്യിൽ കിട്ടിയപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഓടി വന്ന് അത് കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. ഇത് ബാറ്റ്മാൻ ലിമിറ്റഡ് എഡിഷൻ്റെ ഉണ്ടല്ലോ, അതിൻ്റെ വാച്ചാണ്. ആ സീരീസിൽ പെട്ട വാച്ചാണ് അത്. പ്രത്യേകിച്ച് ഇതിലൊരു ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ നമുക്ക് വാച്ച് മാത്രമല്ല കേട്ടോ ഇതിലൊരു പ്ലസ് ആയിട്ട് പറയേണ്ടത്, വാച്ച് ഇരിക്കുന്ന കേസ് ആരെങ്കിലും നോക്കി വാങ്ങിക്കാറുണ്ടോ? യഥാർത്ഥത്തിൽ ഞാൻ ആ കേസ് കണ്ടാണ് സത്യം പറഞ്ഞാൽ ഒന്നും കൂടി വീണുപോയത്. വാച്ചും ഒരു വളരെ ക്യൂട്ടായിട്ടുള്ളൊരു വാച്ചാണ്. പിന്നെ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ്. പിന്നെ സെക്കൻഡ്ലി ബാറ്റ്മാൻ്റെ ലിമിറ്റഡ് എഡിഷനാണ്, അറിയാമല്ലോ. പിന്നെ അതുപോലെ ഞാൻ വലിച്ചു നീട്ടുന്നില്ല, ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ ബോക്സ് അൺബോക്സ് ചെയ്ത് എനിക്കത് പുറത്ത് നിങ്ങളുടെ അടുത്ത് കാണിക്കണം, ഷെയർ ചെയ്യണം. പിന്നെ അതിൻ്റെ തന്നെ കുറച്ച് നമ്പേഴ്സല്ലേ ഉള്ളൂ. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ഏത് സീരീസ് നമ്പറാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അതെല്ലാം ഞാൻ ഓപ്പൺ ചെയ്ത് നിങ്ങൾ റിവീൽ ചെയ്യുന്നതാണ്. അപ്പോൾ കുറേ നാളായിട്ട് ആശിച്ചതാണ്, ആരും കൊതിച്ചു പോകും അത് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ബാറ്റ്മാൻ്റെ ലിമിറ്റഡ് എഡിഷൻ ആയതുകൊണ്ടാണ് കണ്ടോ എൻ്റെ ബ്ലാക്ക് കളർ ബാറ്റ്മാന് വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ ഡ്രസ്സ് ഞാൻ ചൂസ് ചെയ്തത്. പിന്നെ റെഡ് കളർ മോതിരം, പിന്നെ അതിൻ്റെ തന്നെ ബാങ്കിള്. അങ്ങനെ ഞാൻ ഏതാണ്ടൊക്കെ അതിന് വേണ്ടി റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് കണ്ടു അതിന് കമൻറ്റ് ചെയ്യണം. പിന്നെ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനൊന്നും അറിയത്തില്ല. എൻ്റെ ആ ഒരു സന്തോഷം ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ എനിക്കറിയാവുന്ന വിവരങ്ങൾ ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു പ്ലാറ്റ്ഫോം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് കാണിക്കാൻ. അപ്പോൾ വ്യക്തമായിട്ട് കാണുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കുകയാണ്. അപ്പോൾ കണ്ടോ, ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഈ ബാറ്റ്സ്മാൻ്റെ വാച്ച് വാങ്ങിച്ചപ്പോൾ കിട്ടിയ ബാഗുമാണ് കേട്ടോ. എനിക്ക് എൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അത് കൊച്ചു കുട്ടികളെ പോലെ ഞാൻ കാണിക്കുവാണേ. ഈ ബാഗ് കണ്ടോ, ഇതാണ് അതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നത്. അപ്പോൾ നോർമലി നോർമലുള്ള ഒരു ക്ലോത്ത് അല്ല കേട്ടോ ഇത്. എനിക്ക് തോന്നിയത് ഒരു ഡെനിം ക്ലോത്ത് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ അതിൻ്റെ ബോക്സ്. ഞാനിതിവിടെ വയ്ക്കട്ടെ. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോക്സ് കേട്ടോ. ഇങ്ങനെ ഇരിക്കും. ഇത്രയും വലിയൊരു ബോക്സാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ബോക്സിൽ വീണുപോയി, വാച്ചിൽ മാത്രമല്ല. ഇതാണ് ഇതിൻ്റെ ജസ്റ്റ് ഒരു കവറിങ്, അത് ഞാൻ മാറ്റുകയാണേ. അപ്പോൾ കണ്ടോ, ഈ ബോക്സിൻ്റെ ഇതിൽ തന്നെ കാണിച്ചിട്ടുണ്ട് കേട്ടോ പോലീസിൻ്റെ ബ്രാൻഡ്. അതിൽ എക്സ് ബാറ്റ്മാൻ്റെ ലിമിറ്റഡ് എഡിഷൻ്റെ സീരീസിൽ പെട്ടതാണെന്ന് കാണിക്കുന്നുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കാം. കണ്ടേ, എന്ത് രസമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൻ്റെ ബോക്സ് തന്നെ കാണാൻ. ഒന്നുകൂടെ കാണിക്കട്ടെ, ക്ലിയർ ആയോ? ഇതാണ് ആ ബോക്സിനകത്ത് എന്തെല്ലാം കാണുന്നുണ്ടോയെന്ന് നോക്കാം. ഫസ്റ്റ് കണ്ടോ, അതിനൊരു പ്രത്യേക ഫോർമാറ്റിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഇത് നോക്കിയേ, ഇതിങ്ങനെ ജസ്റ്റ് സൈഡിൽ ഇങ്ങനെ നിൽക്കും. ഇതിനകത്തൊരു ലെറ്റർ കാണാം. പിന്നെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ അതിൻ്റെ ഒരു കാർഡ് വെച്ചിട്ടുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലാണെന്ന് തോന്നുന്നുണ്ട് ഈ കാർഡ് പോലീസ് എക്സ് ബാറ്റ്മാൻ എന്ന് കണ്ടാ കാണിക്കുന്നുണ്ട്. പിന്നെ പോലീസ് this unique card certifies that you're the Batman
ഗോതം സിറ്റി എഡിഷൻ എന്നാണ് കേട്ടോ. അപ്പോൾ ഈ വാച്ച് ഗോതം സിറ്റി എഡിഷനിൽ പെട്ട വാച്ചാണ്. ഇത് 3000 നമ്പേഴ്സിൽ 21st നമ്പറിലുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അതാണ് അതിൽ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ്. ആകെ 3000 പീസേ ഉള്ളൂ ഇത്. അപ്പോൾ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് 21ാമത്തെ നമ്പറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാർഡ്. അപ്പം ഞാനിവിടെ ഒന്ന് വച്ചിട്ട് കാണിക്കാം കേട്ടോ. ഇതാണ് അതിൻ്റെ വാച്ച് കേസ്. ഈ വാച്ച് കേസ് ഞാൻ പല യൂട്യൂബേഴ്സും കാണിച്ച് അതിൻ്റെ ഞാൻ കൊതിയൂറിയിട്ടുണ്ട്. എനിക്കിത് വാങ്ങിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ തുറക്കത്തില്ല. ഓക്കെ, ഇതിനൊരു ജസ്റ്റ് ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ പ്രസ് ചെയ്താണ് തുറക്കുന്നത്. അത് ഞാൻ അങ്ങനെ തുറന്ന് കാണിക്കാം. കണ്ടോ, വാച്ച് ഒന്ന് പിടിച്ചിട്ട് അടിപൊളിയല്ലേ? എനിക്കിത് അപ്പോഴേ വാങ്ങിയപ്പോഴേ തോന്നിയതാണ് ഇതൊന്ന് വാൾ ഹാങ്ങിങ് ചെയ്താലോ എന്ന്. ഇത് തിരിച്ചു വെച്ചിട്ട് ഞാൻ വാച്ച് മാറ്റിയിട്ട് വാൾ ഹാങ്ങിങ് ചെയ്യാം. വാൾ ഹാങ്ങിങ് പോലെ ഞാൻ ചെയ്ത് കാണിക്കാം. സൂപ്പർ അല്ലേ? കാണാൻ പറ്റുന്നുണ്ടോ? കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഡോറിൽ കാണിച്ചു തരാം. ഇങ്ങനെയുണ്ട്. ഇത് ജസ്റ്റ് ഒരു വാൾ ഹാങ്ങിങ് പീസായിട്ട് ഉപയോഗിക്കാം. അപ്പം ഇതാണ് ഇതിൻ്റെ വാച്ച് കേസ്. വാച്ച് കേസിൽ ഇങ്ങനെ ഇരിക്കും വാച്ച്. അപ്പം ഞാൻ വാച്ച് എന്തായാലും എടുക്കാം. ഇതാണ് നമ്മുടെ വാച്ച് ആശാൻ. വാച്ചിനെ ഞാൻ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഒന്നും കൂടി വീഡിയോയിൽ കാണിക്കാം. ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ ആദ്യം ഫിനിഷ് ആക്കട്ടെ. കണ്ടോ, ടു ദ ബാറ്റ്മാൻ. അതിനകത്ത് കുറച്ച് അതിൻ്റെ കാറ്റലോഗേ ഉണ്ടെന്നുള്ളൂ. കാറ്റലോഗ് ഉണ്ട്, പിന്നെ കളക്ടേഴ്സ് ഗൈഡ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. കണ്ട, പിന്നെ നോർമലി കാറ്റലോഗിൽ കാണിക്കുന്ന പോലെയൊക്കെ റാൻഡമായിട്ട് അവരുടെ ഒരു പിക്ചറും പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഉള്ളൂ. അതാണ് ഈ കവറിലുള്ളത്. എന്തായാലും ബാറ്റ്മാനുള്ള ലെറ്ററാണ് കേട്ടോ. അത് ഞങ്ങൾക്കും കിട്ടി. അത് അതിൽ വെച്ചു. ഇനി അതിലുള്ളത് അതിനൊരു വാറണ്ടി കാർഡ്, പിന്നെ ഈ കേസ് തന്നെ ഉള്ളൂ. അപ്പോൾ കേസ് വെക്കുന്നതും ഒരു പ്രത്യേക നേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വാച്ച് പെർഫെക്റ്റ് ആയിട്ട് കാണിച്ചു തരാം. ഇത് നല്ല രസമല്ലേ? ഇതാണ് കണ്ടോ, 3000 പീസസ്. ഫ്രം 3000 വി ആർ ദ 21st. അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് എക്സൈറ്റ്മെൻ്റ് കൊണ്ട് ഇരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ പോലെ ഞാൻ ഉടനെ തന്നെ വാച്ച് കെട്ടാൻ ശ്രമിക്കുകയാണ്. ഇതിന് ലൈറ്റും
ഒക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ലൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ലൈറ്റ് ഇട്ട് കാണിക്കാം. ഇപ്പോൾ വാച്ചിനെ കുറിച്ച് കുറച്ചും കൂടിയൊക്കെ പറയാനുണ്ട്. എനിക്ക് ഇതിലിഷ്ടപ്പെട്ട ഈ വാച്ച് റബ്ബർ സ്ട്രാപ്പ് ആണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഇതിലുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മെറ്റൽ ഫിക്സിങ് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ചെറിയൊരു ബാറ്റ്മാൻ്റെ സിമ്പലുണ്ട്. അത് ഇപ്പുറവും കാണിച്ചിട്ടുണ്ട്. ഇപ്പം രണ്ട് സ്ട്രാപ്പിൻ്റെ രണ്ട് ഭാഗത്തും രണ്ട് സൈഡിലായിട്ടും ഇങ്ങനെ ഒരു മെറ്റൽ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അത് ബാക്കിലും ഉണ്ട്, ഉണ്ടോ, ബാക്കിലും ഉണ്ട്, അതിൻ്റെ ഫ്രണ്ട് സൈഡിലും ഉണ്ട്. പിന്നെ സ്ട്രാപ്പ് എന്ന് പറയുമ്പോൾ നല്ല ഡാർക്ക് ഷെയ്ഡ്, ജെറ്റ് ബ്ലാക്ക് എന്നൊക്കെ പറയില്ലേ, അതേ ജെറ്റ് ബ്ലാക്ക് കളറാണ്. നല്ല ഒരു കളർ അതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഒരു മെറ്റലിൽ തന്നെ ക്ലിപ്പിംഗ് ഉണ്ട് കണ്ടോ. ഈ ക്ലിപ്പിങ്ങിലാണ് നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് ക്ലോസ്. അപ്പോൾ എൻ്റെ വാച്ച് കിട്ടിയിട്ടുള്ള ഒരു ഷോ ഓഫ് പിക്ചറാണ് കണ്ടോ. ഈ വാച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. വളരെ ക്യൂട്ടാണ്. ഞാൻ കാണിച്ചത് എത്രത്തോളം നിങ്ങളിൽ ആ ഭംഗി എത്തിയെന്ന് അറിയത്തില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പേഴ്സണൽ കളക്ഷൻസിൽ നിന്ന് ഒത്തിരി വാച്ചസിൻ്റെ തന്നെ കളക്ഷൻസിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് എപ്പിസോഡുകൾ കാണാൻ കഴിയും. ഇനി ഞാനത് നിങ്ങൾക്ക് എത്രയും വേഗം ഷെയർ ചെയ്ത് തുടങ്ങുന്നതാണ്. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് ഓടി വന്ന് കാണിച്ചതാണ് എൻ്റെ കിട്ടിയ എക്സൈറ്റ്മെൻറ്റിൽ. എൻ്റെ കയ്യിൽ ഒരുപാടുണ്ട്, ഒത്തിരി പഴയതും പുതിയതും ആയിട്ടുള്ള കളക്ഷൻസിൽ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അതുമായിട്ടൊക്കെ വീണ്ടും വരുന്നതാണ്. എല്ലാവരും അതുകൊണ്ട് ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാണ്ട് ഞാൻ റെക്ടിഫൈ ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഓൾ.